എൻ.ഡി.എക്ക് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെടാൻ ടി.ഡി.പിയും നിലവിലെ സഖ്യകക്ഷിയായ ശിവസേനയും മാത്രം വിചാരിച്ചാൽ മതിയാകുമെന്നുള്ളത് വളരെ വ്യക്തമാണ്. ടി.ഡി.പി പിന്തുണ പിൻവലിക്കാൻ നിൽക്കുമ്പോൾ എൻ.ഡി.എയിലെ മറ്റൊരു ഘടകകക്ഷിയായ ശിവസേനയിലെ ഷിൻഡെ വിഭാഗത്തെ കൂടി പിന്തിരിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ മഹാരാഷ്ട്രയിൽ നടക്കുന്നു. ഏക്നാഥ് ഷിൻഡെയുടെ എം.പിമാരെ കൂടി പിൻവലിച്ചാൽ രാഷ്ട്രപതിയെ ചെന്ന് കണ്ട് കൃത്യമായ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്താൻ കഴിയും. ലോക്സഭയിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നതുൾപ്പെടെ വളരെ ബലവത്തായി നടത്തിയെടുക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷം വാഗ്ദാനം ചെയ്യുന്നത് ഏക്നാഥ് ഷിൻഡെയ്ക്ക് പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനമാണ്. ഇങ്ങനെ ഫഡ്നാവിസിന്റെ കാൽച്ചുവട്ടിൽ ഉപമുഖ്യമന്ത്രിയായി നാണവും മാനവും പടയപ്പെടുത്തി നിൽക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമല്ലേ അന്തസ്സായി ഈ രാജ്യത്തെ ഏറ്റവും മികച്ച എക്കണോമിക് സ്റ്റേറ്റായ മഹാരാഷ്ട്രയുടെ പ്രതിപക്ഷ നേതാവാകുക എന്നതാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. ശിവസേന വീണ്ടും ഒന്നിക്കേണ്ടതിന്റെ അനിവാര്യത ഉദ്ധവ് താക്കറെ കൃത്യമായി പറയുന്നു. ഒരുമിച്ച് നിന്നാൽ മാത്രമേ ബി.ജെ.പിയുടെ ആധിപത്യത്തെ തടയാനും അത് പൊളിച്ചെഴുതാനും കഴിയൂ. ബി.ജെ.പി ശിവസേനയുടെ ശക്തിയെ ഉൾക്കൊണ്ടുകൊണ്ടാണ് രണ്ടായി പിളർത്തിയെടുക്കാൻ നാണംകെട്ട കളികൾ കളിച്ചത്. അതിനുൾപ്പെടെ മറുപടി കൊടുക്കണം. കേന്ദ്രത്തിൽ എൻ.ഡി.എ എന്ന സങ്കല്പത്തെ തന്നെ തച്ചുടയ്ക്കണം എന്നതാണ്. ഇപ്പോൾ എൻ.ഡി.എയിൽ പ്രധാനപ്പെട്ട കക്ഷികൾ നിലവിൽ ടി.ഡി.പിയും ശിവസേനയും തന്നെയാണ്. ഐക്യജനതാദൾ എന്നത് വെറും വാലാട്ടികളായി മാറിക്കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ അവരെ പറഞ്ഞിട്ട് ഒരു ഗുണവുമില്ല എന്നുള്ളത് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് മന്ത്രിസഭയെ വീഴ്ത്തണം. മന്ത്രിസഭയെ വീഴ്ത്താൻ ഏതറ്റം വരെയും പോകുമെന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചതാണ്. അടുത്ത വർഷം സ്വാതന്ത്ര്യദിനത്തിൽ നരേന്ദ്രമോദി ആ സ്ഥാനത്ത് ഇരിക്കുകയില്ല എന്ന് കോൺഗ്രസിന്റെ നേതാവായ മല്ലികാർജുൻ ഖാർഗെ വെറുതെ വീമ്പ് പറഞ്ഞതല്ല. അതിന് തക്കതായ കാരണങ്ങളുണ്ട്. കേവല ഭൂരിപക്ഷം ബി.ജെ.പിക്ക് ഉണ്ടായിരുന്നപ്പോൾ എന്ത് അഹങ്കാരവും നടത്താൻ അവർക്ക് ഒരു പ്രത്യേക ആർജവം ഉണ്ടായിരുന്നു. അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ നഷ്ടപ്പെട്ടു. സഖ്യകക്ഷികളെ വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ മുന്നണി സംവിധാനം കൊണ്ട് എന്ത് പ്രയോജനമെന്നാണ് നായിഡു ചോദിച്ചത്. ഷിൻഡെയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി സ്ഥാനത്തിൽ കുറഞ്ഞതൊന്നും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. നിതീഷിന് മുഖ്യമന്ത്രി സ്ഥാനം മനസ്സില്ലാ മനസ്സോടെ ബി.ജെ.പി കൊടുത്തതുപോലെ ഏക്നാഥ് ഷിൻഡെയ്ക്ക് കൊടുക്കേണ്ടത് തന്നെയായിരുന്നു. നിങ്ങൾ എന്നെ തള്ളിയിട്ടതിന്റെ പേരിൽ നിങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം തുടർച്ചയായി നേടാൻ കഴിഞ്ഞോ എന്ന് ഉദ്ധവ് താക്കറെ കൃത്യമായി ചോദിക്കുന്നു. ആ ടൈം കഴിഞ്ഞതോടെ ബി.ജെ.പി യഥാർത്ഥ തനിക്കുണം കാണിച്ചു. ഇനിയെങ്കിലും ഞങ്ങളുടെ കൂടെ വിശ്വാസത്തിൽ നിന്നാൽ നിങ്ങൾക്ക് നേട്ടമേ ഉണ്ടാകൂ എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് ഉദ്ധവ് താക്കറെ.